കന്നിമാസം കൊള്ളില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വർഷത്തെ വിദ്യാരംഭം എന്ന് പറയുന്നത് ഒന്നിനും പറ്റില്ല. എല്ലാവരും വിദ്യാരംഭം നടത്തുകയും ചെയ്തു. കന്യമാസമായി പോയെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. കന്യമാസത്തിൽ പലപ്പോഴും വിദ്യാരംഭങ്ങൾ വരാറുണ്ട്, നവരാത്രി വരാറുണ്ട്. സർ, ഈ സ്വക്ഷേത്രം, മൂലത്രികോണം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അത് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് ഇപ്പോൾ ഈ അസ്ട്രോളജിയൊക്കെ അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഇവർ അതിൻ്റെ ഇപ്പം മഹർഷിമാരും അവരുമൊക്കെ അതിൻ്റെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ കൂടെ അവർ ഓരോ ഗ്രഹങ്ങൾക്കും സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രങ്ങളും നീചക്ഷേത്രങ്ങളും അവർ അതിന് നിശ്ചയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ബാക്കിയുള്ളവരെല്ലാം ഫോളോ ചെയ്യുന്നത്. ഈ ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കിയിട്ട് ഇപ്പം നമ്മളിത് പറയുകയാണെങ്കിൽ ഇപ്പം ബുധൻ അപ്പം എന്ന് പറയുന്ന ഒരു ഗ്രഹം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2 സ്വക്ഷേത്രങ്ങളുണ്ട്, കന്നിയും മീനവും ഒക്കെ. കന്നിയും മിഥുനവും. അതുപോലെ തന്നെ ശുക്രൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് ഇടവവും തുലാവുമാണ്. അങ്ങനെ 2 അതിൽ ഒരു. പിന്നെ ശനിക്ക് മകരവും കുംഭവും സ്വക്ഷേത്രമാണ്. അല്ലെ വ്യാഴത്തിന് വരും ധനുവും മീനുമാണ് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രം. ചന്ദ്രനും സൂര്യനും ഒരു സ്വക്ഷേത്രമായിട്ട്, അത് ചിങ്ങമാണ് സൂര്യൻ്റെ സ്വക്ഷേത്രവും. ഇപ്പം പിന്നെ ചന്ദ്രൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കർക്കിടകമാണ്, അത് അടുപ്പിച്ച് വരും. അത് ഒരു ക്ഷേത്രമുള്ളൂ. പിന്നെ ഉച്ചക്ഷേത്രങ്ങളുണ്ട് എല്ലാ ഗ്രഹങ്ങളിലും. അതേപോലെ തന്നെ നീചക്ഷേത്രങ്ങളുമുണ്ട്. പിന്നെ ഈ ത്രികോണം എന്ന് പറയുന്നത്, ത്രികോണമല്ലേ ചോദിച്ചാൽ, ത്രികോണം എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ ഒരു ഗ്രഹം നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്നുള്ള ഒരു ആംഗിൾ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ 120 ഡിഗ്രി ആംഗിളിൽ വരുന്നതാണ്. അപ്പോൾ അതായത് 5ാം ഭാവവും 9ാം ഭാവവുമാണ് ഈ ത്രികോണമായിട്ട് വരുന്നത്. 120, 240, അതായത് 3/1 ത്രികോണം. അതിൽ 360 ഡിഗ്രിയുടെ 3/1, 120, 240 അങ്ങനെ വരുന്ന പൊസിഷനാണ് ത്രികോണം എന്ന് പറയുന്നത്. സർ, ഈ മേടം 10, 10ാം ഉദയം എന്ന് പറയും. ശരിക്കും അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? അതായത് ഇപ്പോൾ ഓരോ, ഞാൻ പറഞ്ഞല്ലോ, ഉച്ചക്ഷേത്രങ്ങളും നീചക്ഷേത്രങ്ങളും. അപ്പോൾ ഈ സൂര്യൻ എന്ന് പറയുന്ന, സൂര്യൻ്റെ ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മേടമാണ്. അപ്പോൾ ആ മേടമാസത്തിലാണ് സൂര്യൻ ഉച്ചത്തിൽ വരുന്നത്. അപ്പോൾ ആ മേടം 1 മുതൽ നമ്മൾ എണ്ണുമ്പോൾ മേടം 10 എന്ന് പറയുന്നതാണ് സൂര്യൻ അത്യുച്ചത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂര്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, ഇപ്പം നമ്മൾ അസ്ട്രോളജി പറയുമ്പോൾ എല്ലാം ഗ്രഹം എന്നേ പറയുള്ളൂ. അപ്പം സൂര്യൻ ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഗ്രഹമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത്യുച്ചത്തിൽ വരുന്നൊരു കാലം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതായിട്ടാണ് അസ്ട്രോളജിയിൽ പറയുന്നത്. അപ്പോൾ ശരിക്കും അതും ഈ നമ്മുടെ നക്ഷത്രമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്താൻ പറ്റും? നക്ഷത്രമായിട്ട് അതിന് ബന്ധപ്പെടുത്താൻ പറ്റില്ല, ജനിച്ച സമയം മാത്രമാണ്. ഇത് ജനിച്ച സമയമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള. അതായത് 10ാം ഉദയത്തിൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഹൗസ് വാമിങ് നടത്തണം, ഒരു 10ാം ഉദയം തിരഞ്ഞെടുക്കാം, അങ്ങനെയൊക്കെ. അപ്പം എന്ത് നല്ല കാര്യം തുടങ്ങാൻ 10ാം ഉദയത്തിൽ ചെയ്യാൻ പറ്റും. സൂര്യചന്ദ്രന്മാർ ഒഴികെ മറ്റ് ഗ്രഹങ്ങൾ ഒരേ നിലയിൽ വരുമോ? അതൊരു വക്രം എന്നൊക്കെ പറയുന്നത് എന്താണ് ശരിക്കും? വക്രം എന്ന് പറയുന്നത്, അതായത് ഇത് ഒരു സൂര്യന് ചുറ്റുമാണ് ഈ ഗ്രഹങ്ങളെല്ലാം കറങ്ങുന്നത്. ഇത് കറങ്ങുന്ന ഒരു സ്പീഡ് കോൺസ്റ്റൻ്റ് അല്ല. ഇപ്പം നമ്മുടെ ഒരു വണ്ടിയുടെ ആക്സിലറേഷൻ എന്ന് പറയുമല്ലോ, അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ, ഈ വക്രം എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ പുറകോട്ട് പോകുന്നൊന്നുമില്ല. അപ്പോൾ ആ രാശിയിൽ ഇത് ഡിസലറേഷനാണ്, റിട്ടാർഡേഷൻ എന്ന് പറയും, ആക്സിലറേഷൻ അല്ല. അപ്പോൾ അത് സ്ലോ ഡൗൺ ചെയ്യുന്ന, അതിൻ്റെ സ്പീഡ് കുറയുന്ന ഒരു ഇതാണ് ഈ വക്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ രാശിയിൽ അത് അടുത്ത ഈ മുന്നോട്ട് പോകുന്നതിന് പകരം ഈ രാശിചക്രം മാറുമ്പോഴത്തേക്ക് ഇത് പുറകോട്ട് പോകുന്ന പോലെ തോന്നും. പക്ഷെ ഇത് ഗ്രഹം പുറകോട്ട് പോകുന്നതല്ല. ഇപ്പോൾ കന്നിമാസമാണ് അല്ലേ, കന്നിമാസം തീരാൻ പോവുകയാണ്. ഈ കന്നിമാസത്തിലെ നല്ല നക്ഷത്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഏറ്റവും നല്ല സമയം, ഇന്ന നക്ഷത്രം നല്ല സമയമായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ അത് ഇപ്പം
ഇനിയിപ്പോൾ എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കന്നിമാസത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നവരാത്രി വന്നിരിക്കുന്നത്. അപ്പോൾ വിദ്യാരംഭം എന്ന് പറയുന്നത് എല്ലാത്തിനും നല്ലതാണെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ പറയും കന്നിമാസം കൊള്ളൂല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവും ഇല്ല. കാരണം അങ്ങനെ കന്നിമാസം കൊള്ളില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വർഷത്തെ വിദ്യാരംഭം എന്ന് പറയുന്ന ഒന്നിനും പറ്റൂല. എല്ലാവരും വിദ്യാരംഭം നടത്തുകയും ചെയ്തു. അപ്പം കന്യമാസമായി പോയെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. കന്യമാസത്തിൽ പലപ്പോഴും വിദ്യാരംഭങ്ങൾ വരാറുണ്ട്, നവരാത്രി വരാറുണ്ട്. ശരി, ഗുളികൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കേരളത്തിലാണ് ഗുളികൻ? അത് ശരിക്കും അതൊരു നമ്മുടെ വേദിക അസ്ട്രോളജിയിലോ ഒന്നും ഒരു അസ്ട്രോളജിയിലും ഇല്ല. അത് നമ്മുടെ എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള ഒരു അസ്ട്രോളജിയിൽ മാത്രമുള്ളതാണ് ഗുളികൻ. പക്ഷേ ആ ഗുളികൻ്റെ അതൊരു കഥ പോലെ പറയുന്നത് ഇപ്പം രാമായണ കഥയിൽ പറയുന്നുണ്ട്. രാവണൻ മോൻ ജനിക്കാൻ നേരത്ത് ഈ ഗ്രഹങ്ങൾ ഇതെല്ലാം ഒരു പൊസിഷനിൽ പിടിച്ചു നിർത്തിയിട്ടാണ് മോൻ്റെ ജനനം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പം ശനി, ഇതെല്ലാം പേഴ്സോണിഫിക്കേഷൻ ആണല്ലോ. ശനിയെ ഒരു ശനി ഭഗവാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ശനി നെഞ്ചത്ത് കൈയിട്ട് പിന്നെ തടകി ആ ഒരു അഴുക്ക് ഇത് ഉരുട്ടി വന്നിട്ട് ഒരൊറ്റ ഏറെറിയുന്നതായിട്ടാണ് പറയുന്നതിനെ ഗുളികൻ. പക്ഷെ നമ്മൾ ഈ കഥ ഇവരുണ്ടാക്കുമ്പോഴും അതിന് നമ്മൾ ഈ അസ്ട്രോളജിക്കൽ ഇതിൽ നോക്കുമ്പം എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നും. കാരണം ശനിക്ക് ചുറ്റും മാത്രമേ ഉള്ളൂ ഈ ഗ്രഹങ്ങളിൽ ഒരു വലയുള്ളത്. ശനിക്ക് മാത്രം ആ വലയുണ്ട്. അപ്പം ഗുളികനെ ആ ഒരു വലയത്തിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് പോലെയാണ്. അപ്പം അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഇതുപോലുള്ള കഥകൾ ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ല, ശരിക്കും പറയുമല്ലോ ഈ ഗുളികൻ. കാരണം എല്ലാ ഗ്രഹങ്ങളും ഒരേ പൊസിഷനിൽ നല്ല പൊസിഷനിൽ നിന്നാലും ഗുളികൻ മാറി നിന്ന് കഴിഞ്ഞാൽ മോശമായിട്ട് പറയും. അല്ല, ഗുളികൻ നിൽക്കുമ്പോൾ നാവില് ഗുളികൻ നിൽക്കുന്നു, അത് പിന്നെ നാവില് ഗുളികൻ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗം മാത്രമേ ഉള്ളൂ. അല്ലാതെ അസ്ട്രോളജിക്കലി ഇതേപോലെ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇപ്പം ഓരോ രാശിയിലും കയറി നിൽക്കുവാണ് ഗുളികനും കൂടെ നോക്കും, ഗുളികൻ്റെ പൊസിഷനും കൂടെ. സത്യത്തിൽ കേരളത്തിൽ മാത്രമേ കേരള അസ്ട്രോളജിയിൽ മാത്രമേ ഞാൻ എൻ്റെ അറിവിലേ ഉള്ളൂ. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.